എക്കോ തുടങ്ങി. എക്കോ തുടങ്ങിയെന്ന് വെച്ചാൽ അതിനുവേണ്ടി നമ്മളൊരു പുതിയ മെഷീൻ പോലും ഒരു സാധനം മേടിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ വർഷങ്ങളായിട്ട് ഉപയോഗിക്കാതിരിക്കുന്ന, ഏകദേശം 2 വർഷമായിട്ട് ഉപയോഗിക്കാതിരിക്കുന്ന ഒരു പോർട്ടബിൾ അൾട്രാസൗണ്ട് മെഷീൻ, അതിൽ എക്കോ ചെയ്യാനുള്ള ഒരു പ്രോബ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അത്രേ ചെയ്തുള്ളൂ. ഇതുപോലെ തന്നെ അൾട്രാസൗണ്ട് കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ 24 മണിക്കൂർ എക്സ്റേ ആക്കാൻ സാധിച്ചിട്ടില്ല, ബക്ടീരിയയിൽ പറ്റിയിട്ടില്ല. അവരെന്നോട് ചോദിക്കുകയാണ് ഇനി എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു സൊല്യൂഷൻ കണ്ടു. ഇനി ആർത്രോസ്കോപ്പി ചെയ്യാൻ, ആർത്രോസ്കോപ്പ് നമുക്ക് എപ്പിലാക്സിൽ കിട്ടുന്നതാണ് പ്രതീക്ഷിച്ച. AS പോയി കഴിഞ്ഞാൽ അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആർത്രോസ്കോപ്പി ചെയ്യും. പിന്നെ എല്ലാം കറക്റ്റായി നടക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു റോബോട്ടിക് മുട്ട് മാറ്റിക്കില്ല. അതുകൂടി കഴിഞ്ഞിട്ട് റിലീവ് ആണെന്ന് എനിക്ക് സത്യമായി ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. റോബോട്ടിനെ കൊണ്ട് മുട്ട് മാറ്റി വയ്ക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ നടക്കുന്നാണ് എന്റെ വിശ്വാസം. ഒരു 5 കോടി വില വരുന്ന മെഷീനാണ്. അതിന്റെ ഇനീഷ്യൽ ഒരു ഡെമോ ആയിട്ടാണ് അവർ നമുക്കൊരു 4-5 കോടി. കാരണം ഈ കമ്പനി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിൽ പോലും റോബോട്ടിക് മുട്ട് മാറ്റിയതിൽ ഉണ്ടായിട്ടില്ല. ഇത്രയും ചെലവുള്ള 5 കോടിയുടെ മെഷീൻ റോബോട്ടിന് ഇവിടെ മുട്ട് മാറ്റി വയ്ക്കാൻ ആ കമ്പനി ഡൗൺ ആയിട്ട് 4-5 കേസ് തരം ബില്ലിംഗ് ആവണമെങ്കിൽ അവരൊരു ഗ്രൗണ്ട് സ്റ്റേജ് നടത്തിയിട്ടുണ്ടാവില്ല. അല്ലാതെ ഇവർക്കൊരു താലൂക്ക് ആശുപത്രിയില്, കേരളത്തിന്റെ ഒരു മുഖ്യ കിടക്കുന്ന വയനാട്ടിലെ ഒരു കുഞ്ഞ താലൂക്ക് ആശുപത്രിയില്, നമ്മുടെ താലൂക്ക് ആശുപത്രി ഇതിനോട്ട് വലിയ ഇപ്പൊ ഞാൻ പോകാൻ നടത്താലും 175 ബഡ്ജറ്റാണ്, നമ്മുടെ ആകെ 129 ബെഡുള്ളൂ. ഒരു കുഞ്ഞ താലൂക്ക് ആശുപത്രിയില് 5 കോടി വില വരുന്ന ഒരു റോബോട്ടിനെ കൊണ്ടുവന്ന് അവര് ഡെമോ ചെയ്യണമെങ്കിൽ അവരിവിടുത്തെ വോളിയം അല്ലെങ്കിൽ ഇവിടുത്തെ നടക്കുന്ന വർക്കിനെ കുറിച്ച് സ്റ്റേഡിലായിരിക്കില്ലേ. പ്രത്യേകിച്ച് ഇതേപോലെയുള്ള കോർപ്പറേറ്റ് കമ്പനികൾ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ റോബോട്ടിനെ നമുക്ക്. എനിക്കൊക്കെ പരസ്യങ്ങൾ കാണാം. മെഡിക്കൽ കോളേജുകളൊക്കെ പ്രയത്നിച്ച് റോബോട്ടിക് മുട്ട് എഴുതിക്കുക. ചുരുങ്ങിയത് എനിക്ക് തോന്നുന്നു സാധാ മുട്ട് മാറ്റി കഴിഞ്ഞാൽ 1.5 ലക്ഷമാണ്, റോബോട്ട് മുട്ട് മാറ്റി വെച്ചാൽ 3 ലക്ഷമാണ്. അങ്ങനെയാണ് പുറത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക്. അപ്പോഴാണ് നമ്മളിവിടെ റോബോട്ടിനെ കൊണ്ടുവന്ന് 5 പൈസ വേണ്ട മുട്ട് മാറ്റി തരാം. അവൾ ഓരോരുത്തരും തരുന്ന ഇൻപുട്സിൽ എന്റേതായ കുറച്ച് സജഷൻസ് കൊടുത്ത് നിങ്ങളെ കൊണ്ട് യൂട്ടിലൈസ് ചെയ്താൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ എന്തെങ്കിലും ചെയ്തു എന്നുള്ളതിന്റെ ക്രെഡിറ്റ് എനിക്കല്ല, നിങ്ങൾ ഓരോരുത്തർക്കും മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പോയാൽ ഈ മോഡൽ ഇവിടെ സസ്റ്റെയിൻ ചെയ്യണമെന്ന്. കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് അത്. ഒരു ഗുഡ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ